പടം തമിഴ്നാട്ടിൽ പോയിരുന്ന് കാണണമെന്ന് ഇപ്പോൾ തോന്നുന്നു. എന്ന് പറഞ്ഞാൽ അത്ര സിനിമയാണ്. സിനിമ എന്ന് പറഞ്ഞാൽ മേക്ക് ബിലീഫ്, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് കാണാൻ പറ്റാത്ത സ്വപ്നങ്ങൾ സ്ക്രീനിൽ കാണാമല്ലോ. എപ്പോഴും പറയുന്നത് എല്ലാവരും അജിത്തിന് ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ മങ്കാത്ത അതിന് മേലും എത്രയോ ഒരു മീൽസ് ആഗ്രഹിച്ച് പോണവന് അജിത്ത് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ മീൽസ് അല്ല, നല്ല വയറ് ധരിച്ച് നല്ല ദം ബിരിയാണി കൊടുക്കില്ല. ആ ഒരു ഫീലിങ്സാണ് ഈ സിനിമയിൽ. പടം ആസ് എ അജിത് ഫാൻ അതും കൂടെ എടുത്ത് പറയണം. കാരണം അജിത് ഫാൻസിന് ഒരു ട്രീറ്റാണ്. ഭയങ്കര സ്റ്റോറിയോ സ്ക്രീൻ പ്ലേ ഒന്നുമില്ല. ഒരു ഒറിജിനൽ ഗാങ്സ്റ്ററിൻ്റെ കഥയെ പുള്ളി ഇപ്പം നേരത്തെ ചെയ്തിട്ടുള്ള ഗാങ്സ്റ്റർ വേഷമുണ്ട്. ബില്ല് ആയാലും ദീന ആയാലും അതിനെയൊക്കെ റെഫറൻസ് എടുത്തിട്ട് അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അജിത്തിൻ്റെ ലുക്ക്, സ്വാഗ്, ഓറോ അത് സൂപ്പറായിട്ട് അദ്വിക്ക് സിനിമയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അജിത്താണ്, ഔട്ട് ആൻഡ് ഔട്ട് അജിത്താണ്. വേറെ ആരെയും എനിക്ക് എടുത്ത് പറയാൻ തോന്നില്ല. കാരണം നമ്മൾ സിനിമ ഫുൾ കണ്ടു കഴിയുമ്പം ഇപ്പോൾ അവസാനം കുറേ പടങ്ങളിൽ മിസ്സായ അജിത്തുണ്ട്. ഈവൻ അജിത്തിൻ്റെ തന്നെ വേതാളത്തിലെ സോങ് ഉൾപ്പെടെ ഈ സിനിമ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു പക്ക മാഷപ്പ്, ഒരു മാസ് മൂവി, ഫാൻ ട്രിബ്യൂട്ടാണ്. അത് അദ്വിക്ക് 100% വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഈ പടം തമിഴ്നാട്ടിൽ പോയിരുന്ന് കാണണമെന്ന് ഇപ്പോൾ തോന്നുന്നു. എന്ന് പറഞ്ഞാൽ അത്ര അവരെ പിടിച്ച് കുലുക്കാനുള്ള സാധനങ്ങൾ മൊത്തം ഇട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മിനിറ്റിന് വെച്ച് പഴയ പടങ്ങളുടെ റെഫറൻസ്, പഴയ സിനിമയിൽ അയാളെ തന്നെ പഴയ സിനിമയിലെ ഡയലോഗ് അത് കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കിടിലെന്ന് പറഞ്ഞാൽ റെഡ് ഡ്രാഗൺ എന്ന് പറഞ്ഞൊരു ഫ്ലാഷ് ബാക്ക് പോർഷനുണ്ട്. അതിൽ നമ്മൾ ആരും സ്വപ്നം കാണാത്ത ചില സംഭവങ്ങളെ ക്യാമിയോ ആയിട്ട് സിനിമാറ്റിക് ലിബർട്ടി ഉപയോഗിച്ച് അദ്വിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ചിലപ്പോൾ അത് കുറേ കഴിയുമ്പോൾ ചിലവർ ട്രോൾ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അവൻ വിചാരിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ സിനിമയാണ്. സിനിമ എന്ന് പറഞ്ഞാൽ മേക്ക് ബിലീഫ്, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് കാണാൻ പറ്റാത്ത സ്വപ്നങ്ങൾ സ്ക്രീനിൽ കാണാമല്ലോ. അങ്ങനെ കുറച്ച് ക്യാമിയോസിന് അദ്വിക്ക് കൊണ്ടുവന്നു. ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ റെട്രോ സോങ്, പഴയ തമിഴ് സിനിമയിലെ പാട്ട് കിട്ടില്ലാനായിട്ട് നമ്മൾ ട്രെയിലറിൽ ഒരു സാധനം കണ്ടു. അതല്ലാതെ വേറെ 2-3 പാട്ട് അദ്വിക്ക് എക്സ്ട്രാ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് സിനിമയിൽ. അതൊക്കെ നല്ല രസമായിരുന്നു. ഔട്ട് ആൻഡ് ഔട്ട് അജിത്തിൻ്റെ ലുക്ക്, മാസ്, സ്വാഗ്, ഹീറോ, അയാളെ ഡയലോഗ് അയാൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ മാത്രം നന്നായിട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിൽ അയാളെ ക്യാരക്ടർ, വില്ലൻ വേഷമൊക്കെ കിടിലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറാണ്. അപ്പോൾ അയാളെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള റോൾസ് അദ്ദേഹത്തിന് ചെയ്തിട്ടുണ്ട്. അത് വീണ്ടും നമ്മൾ പറയാം വൺസ് ദെയർ ലിവ്ഡ് എ ഗോസ്റ്റ് എന്ന് പറഞ്ഞ പോലെ പുള്ളിയുടെ പഴയകാല പടങ്ങളുടെ റെഫറൻസിനെ ഈ ഒരു ക്യാരക്ടറിലോട്ട് ബ്ലെൻഡ് ചെയ്ത് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ തറവലി എൻജോയ്ഡ്. വേറെ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. ഭയങ്കര സ്റ്റോറിയോ സ്ക്രീൻ പ്ലേയോ അല്ലെങ്കിൽ ലോജിക്കോ ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഔട്ട് ആൻഡ് ഔട്ട് ഒരു 2.25 മണിക്കൂർ അജിത്ത് ഷോ. അതാണ് പടം. പടമൊക്കെ നല്ല സൂപ്പറായിരുന്നു. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഇതുവരെയാണ്, ഞങ്ങൾ വാലി സിനിമ മുതൽ ഞങ്ങൾ ഫാൻസാണ്. പക്ഷേ ഞങ്ങൾ ഒരുപാട് കാലത്തിന് ശേഷം നമ്മളെ അജിത്തിൻ്റെ എല്ലാ സിനിമയും ഒറ്റ സ്ക്രീനിൽ കാണാനും പറ്റി. പിന്നെ പടം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്ന അജിത്തിൻ്റെ സിനിമ അങ്ങനത്തെ ഇതല്ല. എല്ലാം ഉണ്ട്. ആക്ഷനുണ്ട്, കോമഡി ഉണ്ട്, ഫാമിലി സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം കൊണ്ട് പടം എന്താ പറയുക പെർഫെക്റ്റാണ്. കാരണം ഈ ഇടക്കാലത്ത് വെച്ച് അജിത്തിൽ ഇറങ്ങിയതിൽ വൺ ഓഫ് ബെസ്റ്റ് മൂവി. മങ്കാത്തയെ കാട്ടി എല്ലാം എപ്പോഴും പറയുന്നത് എല്ലാവരും അജിത്തിന് ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ മങ്കാത്ത അതിന് മേലും എത്രയോ നല്ല സൂപ്പർ സോങ്. കഥയ്ക്ക് പ്രാധാന്യമുണ്ട് ഈ സിനിമയിൽ. വെറുതെ ഒരു ഫാൻസ് ആയിട്ട് ആദിക് രവിചന്ദ്രൻ എടുത്ത സിനിമയല്ല. ഫാമിലി ഓഡിയൻസിന് പ്രാധാന്യം കൊടുത്തിട്ട് ഒരു ഫാദർ ഒരു മകന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ കാണിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറയണ്ടല്ലോ. അദ്ദേഹം ഈ സിനിമയിൽ നിങ്ങൾ കാണുമ്പോൾ കോമഡിക്കാണെങ്കിൽ കോമഡി, ആക്ഷനാണെങ്കിൽ ആക്ഷന്, നല്ല റൊമാൻറ്റിക് ആണെങ്കിൽ റൊമാൻറ്റിക്. കാരണം അങ്ങനത്തെ എല്ലാം ഉണ്ട് ഈ സിനിമയിൽ. എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ സാധാരണ ഒരു സിനിമ കണ്ടിറങ്ങുന്ന ഫീലിംഗ് ഇല്ല. നമ്മൾ ഒരു മീൽസ് ആഗ്രഹിച്ച് പോകണവന് അജിത്ത് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ മീൽസ് അല്ല, നല്ല വയറ് ധരിച്ച് നല്ല ദം ബിരിയാണി കൊടുക്കില്ല. ആ ഒരു ഫീലിങ്സാണ് ഈ സിനിമയിൽ ഞങ്ങൾ കിട്ടുന്നത്. ബ്രോ, നമ്മൾക്കൊരു മങ്കാത്തയ്ക്ക് ശേഷം ഞങ്ങൾ കാത്തിരുന്ന ഒരു ഹിറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടമാണ്. അത് നമ്മളെ വളരെ പ്രതീക്ഷിച്ചിരുന്ന ഒരു പടമാണ്. വേറെ ലെവൽ ആഘോഷിക്കാൻ തക്കണം. പക്ഷേ ഞങ്ങൾക്ക് ഒരു സങ്കടം എന്ന് വെച്ചാൽ ഈ പടം പൊങ്കലിന് ഇറങ്ങിയിരുന്നു കഴിഞ്ഞാൽ, കാരണം പൊങ്കലിന് തമിഴ്നാട്ടിൽ ഞങ്ങളിങ്ങനെ ആഘോഷിക്കണമെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ പിന്നെ പറയണ്ട. ഇതിനെ അങ്ങ് വാനോളം പോർത്ത് സെക്കൻഡ് ഹാഫ് നമുക്ക് ഇരിക്കാൻ പറ്റില്ല, സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല. കാരണം ഇതിങ്ങനെ ഏരിയസ് ഫ്ലെക്സിൽ പോലും എല്ലാ പടവും പോലും നല്ല മാസോടം പോലും എല്ലാം ഇരുന്നിരിക്കുന്ന സമയത്ത് ഈ ഒരു ചിത്രം സെക്കൻഡ് ഹാഫ് ഇൻട്രോളിന് ശേഷം ആരും സീറ്റിൽ തന്നെ ഇരുന്നിട്ടില്ല. അത്രയ്ക്ക് ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവലാണ്. നമ്മൾ അജിത്തിനോട് എങ്ങനെയാണ് മാസ് ഒരു നടനേക്ക് പ്രതീക്ഷിച്ചത് ആ പടം ഈ പടത്തിൽ കിട്ടിയിട്ടുണ്ട്.